നമുക്കൊരു സൂപ്പർ കോമ്പിനേഷൻ ഫുഡ് ആയാലോ. ചക്ക കഴിച്ച് വേവിച്ചതും മത്തിക്കറിയും. അതിനായിട്ട് നമ്മുടെ ചക്ക ചെറുതായിട്ട് അരിഞ്ഞൊരു ചരുവത്തിലേക്ക് മാറ്റുക. അതിന് മുകളിൽ കറിവേപ്പില ഇട്ട് കൊടുക്കുക, വെള്ളം ഒഴിച്ചു കൊടുക്കുക, പിന്നെ നമ്മൾ ഉപ്പ് വിതറി കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഉപ്പ് അതിനടിയിലായിട്ട് പോയി കിടക്കും. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്, അല്ലെങ്കിൽ ചക്ക വാടിപ്പോകും. എന്നിട്ട് നമ്മൾ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കാന്താരിമുളകും മഞ്ഞപ്പൊടിയും എല്ലാം കൂടെ ചേർത്ത് ചതപ്പ് തയ്യാറാക്കിയിട്ട് ഇത് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഈ അടിയിലുള്ള ചക്ക മുകളിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ചതപ്പിട്ട് കൊടുത്ത് ആവി വീണ്ടും കയറ്റുക. കരിഞ്ഞു പോകാതെ നോക്കണം. അതിനുശേഷം എന്ത് ചെയ്യുക, ഇത് ഫ്ലെയിമൊക്കെ വെന്ത് കഴിയുമ്പോൾ, വെള്ളമെല്ലാം പറ്റി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് തുടുപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ചിരട്ടത്തവിയുടെ പിടി വെച്ചിട്ടോ നന്നായിട്ട് ഇളക്കി കൊടുത്ത് കുഴച്ചെടുക്കുക. അതാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ചക്ക കുഴച്ച് കഴിച്ചത് റെഡി. പിന്നെ മത്തി കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതിനകത്തിലേക്ക് ഉലുവാപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി ചതച്ചതും കറിവേപ്പിലയും ഉപ്പും ഒക്കെ ഇട്ട് പിന്നെ കുടംപുളിയൊക്കെ ഇട്ട് കൊടുത്ത് വെക്കുക. അതിനകത്തിലേക്ക് നമ്മൾ അരപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചൂടാക്കിയിട്ട് നമ്മൾ വറുത്തരയ്ക്കുക. അപ്പോൾ ആ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചൂടാക്കുമ്പോൾ നമ്മൾ അതിലേക്ക് ചുവന്നുള്ളി കൂടി ഇട്ട് അരയ്ക്കാറുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ ആവശ്യത്തിന് പറ്റിച്ചെടുത്ത് പിന്നെ അവസാനം നമ്മൾ ഇച്ചിരി പച്ച വെളിച്ചെണ്ണയൊക്കെ തൂക്കി കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉച്ചയൂണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നാടൻ കുത്തരി ചോറും അതിനോടൊപ്പം നമ്മുടെ ചക്ക കഴിച്ച് വേവിച്ചതും മത്തിക്കറിയും പിന്നെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയൊക്കെ ഒഴിച്ചിട്ട് നല്ലൊരു പിടി പിടിക്കും. അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തണം. ഇനി എന്തൊക്കെ വീഡിയോ ചെയ്യണം എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെയധികം ആവശ്യമാണ്. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ.